ഞങ്ങൾക്ക് ഏക പ്രതീക്ഷ വികസനം എന്നുള്ളതാണ്. ഡെവലപ്മെന്റ്. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒരു വികസനം എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. വാഗ്ദാനങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത്. ഇവിടെയുള്ള മക്കൾ പഠിക്കണമെങ്കിൽ അന്യ സ്റ്റേറ്റിൽ പോയിട്ടാണ് പഠിക്കുന്നത്. തീർച്ചയായും കേരളത്തിലൊരു മാറ്റം അത്യാവശ്യമാണ്. പാലക്കാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ഏക സ്വരം ശോഭാ സുരേന്ദ്രൻ. അത് ഞങ്ങളുടെ പാലക്കാട് ജില്ലയിലെ ഒരു ചാൾസി റാണിയാണ്. വനിതകളിൽ ഏറ്റവും പവർഫുള്ളായ ഒരു ലേഡിയാണ്. എന്തുകൊണ്ട് നമ്മൾക്ക് ഇവിടുത്തെ മക്കൾക്ക് ഇവിടെയുള്ള വിദ്യാഭ്യാസം കൊടുത്തുകൂടാ? വന്നു, ഓൾറെഡി MLA ആയി. ഇവിടെ ഒരു ഡെവലപ്മെന്റ് എന്താണ് എന്ന് ഈ വരും തലമുറകൾക്ക് അറിയണമെങ്കിൽ ഇതും അതും ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ളത് NDA ഒരു ആപ്തവാക്യാണ്. എന്തുകൊണ്ട് മറ്റൊരു മുന്നണിയിൽ കേരളം ഭരിച്ചുകൂടാ? ഇവിടെ ശരിയായിട്ടൊരു മാറ്റം വന്നിട്ടില്ല. മോദിജി പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. ഇവരും വരട്ടെ, BJP ഭരിക്കട്ടെ. നമ്മൾ വിളിച്ചാൽ വിളികേൽക്കുന്ന മിനിസ്റ്റർമാരുണ്ടായിരിക്കണം കേരളത്തിൽ. കേരളം കടക്കണിയിൽ കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാൻ കഴിയുന്നതല്ല. പെൺകുട്ടികളാണ് ഒരുപാട് ഉയർന്ന നിലവാരത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. हमारा देश ये हम लोग के पास रखना चाहिए. अपना देश बेचना नहीं चाहिए. ये देश अपना है. ये देश का नाम है भारत है. नमस्कार, आप देख रहे हैं KTV भारत में हूँ वर्षा वेणुगोपाल। जैसे कि मैं आपको बता रही थी, मेरा 5वां दिन है आज केरला में और मैं अभी हूँ पालक्काड में, जो एक ऐसा कॉन्स्टिट्यूएंट, एक ऐसा डिस्ट्रिक्ट है एक्चुअली कि जहाँ पे एक ट्रायंगुलर फाइट चलता है हमेशा। और इस बार जब मैं यहाँ पे लैंड कर चुकी हूँ, मैं जब लोगों से पूछी वो सब एक स्वर में बोल रहे कि चेंज चाहिए और चेंज उन्हें शोभा सुरेंद्र में दिख रहा है। तो हम इन सबसे बात करेंगे अभी जो हमारे साथ जुड़े हुए हैं। सर लेकिन मैं पालक्काड डिस्ट्रिक्ट में, लेकिन प्रॉपर मेरा घर पालक्काड. मेरा नाम अभिलाष. मैं कोंगाड़ मंडल है. वो पालक्काड में एक प्रोग्राम में आया, तुम लोग को देखा है. നെയിം സുരാജ്. അപ്പോൾ വാട്ട് ഐ വോണ്ട് ടു ആസ്ക് യു ഈസ്, നിങ്ങളിപ്പോൾ ഇത്രയും നമ്മളെ കണ്ടു, ശോഭ മാം വന്നു, ഞാൻ പറയട്ടെ ഭയങ്കര ഒരു ക്രേസ് ആണ് ശോഭ മാം വന്നപ്പോൾ. ആൾക്കാർ മാമിന്റെ ഓരോ ലൈൻ കഴിഞ്ഞിട്ടും കൈകൊട്ടുന്നു, അത് ഊരെ വിളിക്കുന്നു. ഒത്തിരി വലിയൊരു കാര്യമാണത്. കാരണം ഇപ്പൊ സിറ്റിംഗ് MLA അതൊരു കോൺഗ്രസിന്റെ ഒരു ആളാണ്. ആണോ ഇതിനൊക്കെ അർത്ഥം? ഇത് പാലക്കാട് ഡിസ്ട്രിക്റ്റാണ്. UDF LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരിതാണ്. UDFിൻ്റെ മണ്ഡലം കൂടെയാണ്. പക്ഷേ ഈ സ്ഥാനാർത്ഥി നിന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഏക പ്രതീക്ഷ വികസനം എന്നുള്ളതാണ്. ഡെവലപ്മെൻറ്റ്. ലേക്കിൻ കേരളത്തിലെ 14 ജില്ലയിൽ ഒരു ഡിസ്ട്രിക്റ്റിൽ, കേരളത്തിലെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒരു വികസനം എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. വാഗ്ദാനങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത്. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിൽ ഒരുപാട് ഫാക്ടറികൾ, വിദ്യാഭ്യാസത്തിൽ, മറ്റേ ഗാർഡനുകൾ, കേരളത്തിൽ 2ാം സ്ഥാനം നിൽക്കുന്ന ഡാം. പക്ഷേ ഇന്ന് ആ ഡാമിൻ്റെ പരിസരത്തിൽ കൂടെ പോകാൻ പറ്റില്ല, ഗാർഡൻ്റെ പരിസരത്തിൽ കൂടെ പോകാൻ പറ്റില്ല. ഒരു ഡെവലപ്മെൻറ്റും ഇല്ല. ഫാക്ടറികളുണ്ട്. പക്ഷേ ഇവിടെയുള്ള മക്കൾ പഠിക്കണമെങ്കിൽ അന്യ സ്റ്റേറ്റിൽ പോയിട്ടാണ് പഠിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾക്ക് ഇവിടുത്തെ മക്കൾക്ക് ഇവിടെയുള്ള വിദ്യാഭ്യാസം കൊടുത്തുകൂടാ? അത് കൊടുക്കാനുള്ള സോഴ്സ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഭാഗത്തുനിന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങളുടെ ഏക സ്വരം ശോഭാ സുരേന്ദ്രൻ. അത് ഞങ്ങളുടെ പാലക്കാട് ജില്ലയിലെ ഒരു ചാൾസി റാണിയാണ്. അവർ ഭരണം വന്നു, ഓൾറെഡി MLA ആയി. അതാണ് ചേട്ടൻ്റെ അഭിപ്രായം എന്താ? ഈ പ്രാവശ്യം മാറ്റമാണോ അതോ തുടർ ഭരണമാണോ ചേട്ടൻ? കോങ്ങാട് മണ്ഡലം ാണ് ഞാൻ. ഇവിടെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ കണ്ടതാണ്. പാലക്കാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശോഭ ചേച്ചി ജയിച്ചു കഴിഞ്ഞു എന്നതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ചേട്ടൻ എന്താ ഒരു ആഗ്രഹം? ആരാണ് വരേണ്ടത്? ഒരു മാറ്റം വേണോ? ഇനി ഒരു മാറ്റത്തിന്റെ ആവശ്യം ഡെഫിനറ്റ്ലി ഉണ്ട്, അല്ലെങ്കിൽ തുടർ ഭരണം വേണോ എന്നാണ് ചേട്ടന്റെ അഭിപ്രായം? തീർച്ചയായും കേരളത്തിനൊരു മാറ്റം അത്യാവശ്യമാണ്. കേരളത്തിലെ ശോഭ ചേച്ചി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാക്കളെ നോക്കിയാലും വനിതകളിൽ ഏറ്റവും പവർഫുള്ളായ ഒരു ലേഡിയാണ്. അവർ കേരള നിയമസഭയിൽ എത്തിയാൽ നമുക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറും. അതുകൊണ്ട് തന്നെ ശോഭ ചേച്ചി ജയിച്ചു വരണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ശോഭ ചേച്ചി പറഞ്ഞ പോലെ ഇപ്പോൾ റോഡുകളിന് വികസനങ്ങളില്ല, ഇവിടെ ഹെൽത്ത് സെന്റർ വലിയ മെച്ചമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആസ് എ വോട്ടർ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? വരും തലമുറയുടെ ഭാവി ജീവിതത്തിന് ശോഭാ സുരേന്ദ്രൻ വന്നാൽ മാത്രമേ ഇവിടെ ഒരു ഡെവലപ്മെൻറ്റ് എന്താണ് എന്ന് ഈ വരും തലമുറകൾക്ക് അറിയണമെങ്കിൽ അടുത്ത രാഷ്ട്രീയക്കാരും, ഞാൻ ഒരു രാഷ്ട്രീയക്കാരെയും പറയുന്നില്ല, LDF UDF, ബിക്കോസ് ഇവിടെ ഡെവലപ്മെൻറ്റ് വേണം. ഇവിടുത്തെ മക്കൾക്കുള്ള
ഡെവലപ്മെൻറ്റ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം ഞാൻ പറയാം. കേരളത്തിൽ 14 ജില്ലയിലും ഒരു ഡിസ്ട്രിക്റ്റും ഒരു വികസനവും ഇല്ലാത്ത ഒരേ ഒരു ഡിസ്ട്രിക്റ്റ്. ഇവിടെ സ്റ്റാൻഡുകളുടെ അവസ്ഥകൾ, റോഡിൻ്റെ അവസ്ഥകൾ ഒന്നും ഡെവലപ്പിംഗ് അല്ല. പക്ഷേ ഇവിടെ നിന്ന് പോയി കുറച്ച് മറ്റുള്ള ഡിസ്ട്രിക്റ്റുകളിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതും അതും ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ വളരെ ലോ ആണ്. അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു രാഷ്ട്രീയ പാർട്ടി NDA ആയാലും BJP ആയാലും അവർ വന്നാൽ ഞങ്ങളുടെ മനസ്സിൽ പൂർണ്ണമായും ഇവിടെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. എന്താണ് ഡിസ്ട്രിക്റ്റ്, അല്ലെങ്കിൽ എന്താണ് ഒരു ബസ് സ്റ്റാൻഡ്, അല്ലെങ്കിൽ എന്താണ് കുട്ടികളുടെ എഡ്യൂക്കേഷൻ എന്നുള്ളതൊരു മാറ്റം ഞങ്ങൾക്ക് വരുന്നുള്ളത് 100% ഉറപ്പാണ്. എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് പഞ്ചായത്ത് ഇലക്ഷൻ ലെവലിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ AB രാജേഷ് ഇപ്പോൾ BJPൻ്റെ ഇതിൽ വന്നതിന് പേരിൽ നല്ല ഡെവലപ്മെൻ്റ് ആയിട്ടുണ്ട്. അതിനെക്കാട്ടിലും മാറ്റങ്ങൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും NDA വന്നു കഴിഞ്ഞാൽ പാലക്കാട് വൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. കാരണം ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ളത് NDAൻ്റെ ഒരു ആപ്തവാക്യമാണ്. അതുകൊണ്ട് തന്നെ മോദിജി പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ ശോഭ ചേച്ചി ജയിച്ചു വരണം എന്നുള്ളത് ഞങ്ങൾ തീർച്ചയായും അത് വിശ്വസിക്കുന്നു. ശോഭ ചേച്ചി ജയിച്ചിരിക്കും. അപ്പോൾ അതാണ്. അല്ലാതെ പക്ഷെ വേറൊരു കാര്യം, ഇപ്പോൾ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ്, കോൺഗ്രസ് 5 ഗ്യാരണ്ടി സ്കീംസ് ഒക്കെ തരുന്നുണ്ട്. അതേ മാത്രം ഒരു വിഭാഗം ആൾക്കാർ ഡെഫിനറ്റ്ലി പറയുന്നത് പലർക്കും അഭിപ്രായം മാറ്റം വേണം എന്നാണ്. പക്ഷെ ഞാൻ നിങ്ങൾ പറഞ്ഞ NDA വന്നാലാണ് ആ മാറ്റം സംഭവിക്കുക. എന്നാൽ ഒരു വിഭാഗം ആൾക്കാരുണ്ട് UDF വന്നാലാണ് ആ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ട് മറ്റൊരു മുന്നണിയിൽ കേരളം ഭരിച്ചുകൂടാ? UDF LDF ഇങ്ങനെ തുടർന്ന് പോകുന്നതുകൊണ്ട് അതിൻ്റെ ആ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ശരിയായിട്ടൊരു മാറ്റം വന്നിട്ടില്ല. LDFും BJPയും ഇവിടെ വെക്കുന്നത് മാറ്റം എന്നുള്ളതാണ്. അപ്പോൾ ഇവരും വരട്ടെ, BJP ഭരിക്കട്ടെ, BJP ഭരിച്ച് നമ്മുടെ കേരള സർക്കാരിന് കാണിച്ചു കൊടുക്കട്ടെ. ഭരിച്ചാലേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ അതിനുള്ള അവസരം നമ്മൾ കൊടുക്കണം. അവസരം കൊടുത്താലല്ലേ നമ്മൾക്ക് അവരുടെ ഭരണത്തെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ മൊത്തം ധാരണ NDA സർക്കാർ BJP വന്നാൽ കേരളത്തിൽ ഒരു മാറ്റം വരും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന മിനിസ്റ്റർമാരുണ്ടായിരിക്കണം കേരളത്തിൽ. ഇപ്പം നമ്മുടെ മോദിജി പറയുന്നത് അപ്നാ ദേശ് हमारा देश ये हम लोग के पास रखना चाहिए. अपना देश बेचना नहीं चाहिए. ये देश अपना है. ये देश का नाम है भारत है. हम कितना तक ये भूमि में रहते इतना तक ये भूमि अपना पास रुकना पड़ेगा. ये बेचना नहीं चाहिए. वो मोदी सरकार हिंदुस्तान में है. हम लोग को सोना कर सकते हैं, किसका भी करना का. जब मैं भी 15 साल आउट ऑफ कंट्री में काम करके अपना देश में आया था. इसलिए मैं बोल रहा अपना देश हम लोग के चाहिए. अपना देश कोई भी अपना देश बेचना नहीं चाहिए. वो पावरफुल में पकड़ के रुकने के लिए एक ही है ये भारत में खाली मोदी जी. मैं बोल रहे हैं वो बाहर कंट्री में मैं 3 साल काम किया. वो लेबर कैंप वो इंडियन प्रधानमंत्री वो देख रहे ये मोदी जी है. वो उसका अच्छा है. मोदी जी कैसा बताए वो है बोल रहे हैं. ചേട്ടൻ്റെ ഒരു അഭിപ്രായം നോക്കൂ, അവർ 5 ഇന്ദിര ഗ്യാരണ്ടി പറഞ്ഞ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായി. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, KSRTCയിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതെത്ര പരിഹാസ്യമായ കാര്യമാണ്. കാരണം KSRTC ഇപ്പോൾ തന്നെ വളരെ കടക്കിണിയിലും കാര്യങ്ങളിലും പെട്ടുകിടക്കുകയാണ്. ആ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാൻ കഴിയുന്നതല്ല. കാരണം കർണാടകയിൽ അവരിത് പ്രഖ്യാപിച്ച പദ്ധതിയാണ്. അത് തന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു പരാജയപ്പെട്ട ഒരു പദ്ധതിയാണ്. അത് ഇവിടെ ആനുകൂല്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. പിന്നെ അവർ പറയുന്ന കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വീതം. 1000 രൂപ വീതം കോളേജ് വിദ്യാർത്ഥിനികൾക്ക് എങ്ങനെ കൊടുക്കാൻ? കാരണം കേരളം ഒന്നാമത് വിദ്യാർത്ഥിനികൾ ഒരുപാടുള്ള സംസ്ഥാനമാണ്. അതായത് നമ്മുടെ ഇതിൻ്റെ ലെവൽ എഡ്യൂക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് +2 തന്നെയാണ്. അതിൽ മെയിനായിട്ട് പെൺകുട്ടികളാണ് ഒരുപാട് ഉയർന്ന നിലവാരത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അവർക്ക് ഈ 1000 രൂപ വെച്ച് ഒരു പെൺകുട്ടിക്ക് കൊടുക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി വിചാരിക്കുന്ന പോലെ കേരളം എഡ്യൂക്കേഷൻ ഒരുപാട് വളർന്നു കഴിഞ്ഞു. നോർത്ത് ഇന്ത്യ വളരെ പുറകിലാണ്, അത് ഒരു സത്യസന്ധമായ കാര്യമാണ്.
പക്ഷെ ഒരിക്കലും ഇത്രയും ആൾക്കാർക്ക് 1000 രൂപ വെച്ച് കൊടുക്കുമ്പോൾ എത്ര പൈസ വേണ്ടി വരുമെന്ന് ആലോചിച്ച് നോക്കൂ. അതുകൂടാതെ പെൻഷൻ, അങ്ങനെ പല പല കാര്യങ്ങൾക്കും. ഒന്നാമത് കേരളം കടക്കണിയിൽ കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഒരിക്കലും അത് നടക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പൊള്ളയായ വാഗ്ദാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. तो ये जो है हमारे पालक्काड के वोटर्स है जो कह रहे हैं कि अभी जो एक बदलाव उन्हें चाहिए और वो बदलाव उनको एनडीए से ही मिल सकता है और वो चाहते हैं कि इस बार बदलाव में एक श्रेय हम एनडीए को दे और एनडीए को आने दे, ये उनका कहना है और वो शोभा सुरेंद्रन को दिल से अपना सपोर्ट दे रहे हैं। और वहीं पे जब हम बात कर रहे थे कि यहाँ पे डेवलपमेंट्स की कमी है, तो उनका कहना है इंफ्रास्ट्रक्चर हो गया, हेल्थ केयर हो गया, बच्चों की पढ़ाई के लिए हो गया, ये सब में भी बहुत हद तक पालक्काड लैक कर रहा है। और जिस हिसाब से शोभा जी ने जो उनको बोला है, जो शोभा जी की तरफ से उनको एक प्रॉमिस मिला है, उस हिसाब से वो कह रहे हैं अगर शोभा जी आती है तो डेवलपमेंट ज़रूर होगा। फिर जब हम बात कर रहे थे एक क्योंकि बदलाव के लिए वो कुछ लोग एक हद तक कुछ लोग यूडीएफ को भी सपोर्ट करें, तो उस चीज़ के लिए भी वो बात करें कि जब ये 5 गारंटी उन्होंने दिया है तो उसमें ये भी सोचना चाहिए कि केरला अभी बहुत हद तक इसमें कर्ज में चल रहा है, तो ये सब एक इम्पॉसिबल बातें हैं जो उनकी स्कीम है, ऐसा हमारे वोटर्स, पालक्काड वोटर्स का कहना है। जो भी है एक बदलाव का समय आ चुका है केरला के लहर में, ये तो हमें पता चल गया, लेकिन अब ये देखना होगा कि सच में ये बदलाव किसकी रुख में लाता है और पालक्काड का रुख किधर जाता है। तो ये था पालक्काड रिपोर्ट। मैं हूँ वर्षा वेणुगोपाल, कैमरामैन नवीन कुमार के साथ, पालक्काड केरला।